രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ. എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഒന്നാംഘട്ട സാങ്കേതിക പരിശീലന ക്ലാസിന് താനൂരിൽ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ആ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ മറ്റൊരു സംവിധാനം കൂടി വന്നാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അത് പലപ്പോഴും താൽക്കാലിക സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഈ സംവിധാനം അതാത് കാലഘട്ടങ്ങളിൽ അതിൻ്റെതായ രീതിയിൽ നടന്നു പോകും. അവിടെ ഒരു സർക്കാർ സംവിധാനത്തിന് ബദലായി മറ്റൊരു സംവിധാനം വരുമ്പോൾ നാളെ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് സംവിധാനങ്ങൾ അറിയാം. അത് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ സർക്കാർ മേഖലയിൽ ഇതിൻ്റെ ആവശ്യമില്ല, സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു, ഇത് വിട്ടു ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ള സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകും. അതിനെ തറക്കാൻ വട്ടമിട്ടുള്ളവർക്ക് നമ്മൾ അവരെ കൂടെ നിൽക്കാതിരിക്കും. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുള്ള പലരും അതിലേർപ്പെടുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വസ്തുത. ചടങ്ങിൽ മലപ്പുറം ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി.ആർ. വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി. ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ, ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി, മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട, ഒ.വി. ജാഫർ, ഷംസുദ്ദീൻ അരീഞ്ചിറ, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത്, നോഡൽ ഓഫീസർ പി കെ അസൈൻ, ട്രെയിനർ അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. 5% മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്.